Hello guys, I'm Mathman and welcome back to my channel Superness. നമ്മളാണ് സൂപ്പർനെസ് സൂപ്പർ ഹീറോസ്. സൂപ്പർനെസ്സിന് വേണ്ടി ഒരു പുതിയ മാർവൽ അവിടെ ഇരിക്കില്ല സൂപ്പർ ഹീറോ ഫാൻസിനും സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ്റെ എപ്പിസോഡ് 9ഉം 10ഉം അതായത് ഫിനാലെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്നുള്ളത് മാറി ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കുകയാണ്. ഒരുപാട് നല്ല കണ്ടൻറ്റ്സ് വന്നിട്ടുണ്ട്, ടു ചെക്ക് ഇറ്റ് ഔട്ട്. സോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എപ്പിസോഡ് 9ഉം 10ൻ്റെ ഒരു ഫുൾ ബ്രേക്ക് ഡൗൺ ആണ്. സോ ഇത് എനിക്കറിയാം ഇത്തിരി ലേറ്റ് ആയിപ്പോയി, കാരണം എനിക്ക് ജലദോഷം, ത്രോട്ട് ഇൻഫെക്ഷൻ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വീട്ടിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ, DC കോമിക്സ്, മൂവീസ്, ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്തുള്ള ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. സോ എപ്പിസോഡ് 9ൽ നിന്ന് തുടങ്ങാം. 27 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ഹീറോ ഓർ മെനേസ് എന്നാണ്. സോ നമുക്ക് കാണുന്നത് വെച്ചാൽ ഡോക്ടർ ഒക്ടോവേസ് നേരത്തെ നമ്മൾ അയൺമാനൊക്കെ പിടിച്ച് ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ്. സോ ഓട്ടോയ്ക്ക് ഒരു വിസിറ്റർ ഉണ്ട്, നോർമനാണ്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ ഓട്ടോയെ ചൊറിയാനായിട്ട് നോർമൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മളെ എന്താ പറയുക, ഓട്ടോ നല്ലൊരു ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. അതിൽ ഒരു കാര്യമാണ് അയൺമാനെ അയച്ചത് ഈ നോർമനാണ് ഇവനെ പിടിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. സോ പിന്നെ നമ്മൾ കാണുന്നത് ഡോണവൻ ഗ്യാങ്ങാണ്, അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ നീക്കോയും പേളും അവരൊരുമിച്ച് ഹാങ് ഔട്ട്, അതായത് കറങ്ങി നടക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ പിന്നെ നമ്മൾ കുറച്ച് നെക്സ്റ്റ് സീനിൽ കാണുന്നത് വെച്ചാൽ നീക്കോ പീറ്റർ പാർക്കറിൻ്റെ വോയിസ് മെയിൽ, അതായത് പീറ്റർ പാർക്കർ അയച്ച ആ വോയിസ് നോട്ട് കേൾക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഗ്യാങ് വാറാണ്, അതായത് ഓസ്കോർപ്പിലെ വെപ്പൺസ് ഒരു ട്രക്കിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഡോണവൻ്റെ ഒരു ഗ്യാങ് വാറാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ആ ഒരു ട്രക്ക് ഇടിക്കാൻ വരുന്നു, അതായത് നമ്മൾ നീക്കോ ഇടിക്കാൻ വരുന്നു. അപ്പോൾ നമ്മൾ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ വന്ന് നമ്മൾ നീക്കോ രക്ഷിക്കുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ 110th ഗ്യാങ്ങിൻ്റെ ഗാർഗനുമായിട്ടുള്ള ഫൈറ്റാണ് കാണുന്നത്. അത് വല്ലാത്തൊരു ഫൈറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ലോണി, നമുക്കറിയാം 110th ഗ്യാങ്ങിലുള്ളതാണ് നമ്മൾ പാർക്കറിൻ്റെ ഫ്രണ്ട്. സോ ലോണി ആ ട്രക്കിൽ നിന്നൊരു പുക വിഷപ്പുകയാണെന്ന് തോന്നുന്നു, എൻ്റെ പവേഴ്സ് വരുന്നൊരു പുക ശ്വസിക്കുന്നതുകൊണ്ട് ലോണിക്ക് പവേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ പീറ്റർ അഥവാ സ്പൈഡർമാൻ ആണെങ്കിൽ സ്കോർപ്പിയോനെ കൊല്ലാൻ നോക്കുന്നുണ്ട്, പക്ഷേ ലോണിയെ തടയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നീക്കോയും പീറ്ററും മീറ്റ് ചെയ്യുന്നതാണ്, അവർ വീണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുന്നതാണ് കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ പീറ്ററും ആൻഡ്മയും വീട്ടിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നോർമൻ വിളിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നോർമൻ ഒരു മീറ്റിങ്ങിലാണ് ഓസ്കോർപ്പിൽ. അവിടെ വെച്ചിട്ടായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുക്കുകയും, അതായത് സ്പൈഡറിൻ്റെ ആ ഒരു സ്പൈഡർമാൻ്റെ DNA സ്ട്രക്ചർ നമ്മുടെ ഓസ്കോപ്പിലുള്ളവർക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിച്ചത്. ഇനി നമുക്ക് എപ്പിസോഡ് 10ലേക്ക് കിടക്കാം. അതായത് 29 മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ എപ്പിസോഡിൻ്റെ പേര് ഇഫ് ദിസ് ബി മൈ ഡെസ്റ്റിനിയാണ്. സോ ഇഫ് ദിസ് ബി മൈ ഡെസ്റ്റിനി എന്ന് വെച്ചാൽ ഇതെൻ്റെ വിധിയാണെങ്കിൽ ഞാൻ അങ്ങനെ സഹിച്ചോളാം എന്ന് പറയുന്നൊരു അർത്ഥമാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു എപ്പിസോഡ് വളരെ ഇമോഷണലി ഡീപ്ലി ഇമോഷണലായിട്ടാണ് തോന്നിയത്. സോ ഇവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ ക്ലാസ്സാണ്. ക്ലാസ്സിൻ്റെ അവിടെ ഒരു സയൻസ് എക്സിബിഷൻ അല്ല, ഒരു പ്രസൻറ്റേഷൻ പോലെ നമ്മളെ പീറ്റർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ പീറ്റർ കൊണ്ടുവരുമ്പോൾ ലേറ്റ് ആവും, അത് പൊട്ടിപ്പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ നോർമനെ ഒരു ഇതാണ് കാണുന്നത്, അതായത് നോർമൻ ആളെ ഓസ്കോർപ്പിലുള്ള എല്ലാവരെയും വിളിച്ച് പീറ്റർ, ഡോക്ടർ കോണോസ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. അവിടെ വെച്ചിട്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള പ്രോജക്റ്റിൽ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നതാണ്. ഒരു ഏതാണ്ട് ഒരു ടൈം ട്രാവലിൻ്റെ സംഭവം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പുള്ളിക്കാരൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടേക്ക് പെട്ടെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഡോക്ടർ സ്ട്രേഞ്ച് നമ്മൾ നോർമനെ വാൺ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ചിട്ടായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പീറ്റർ വന്നിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എപ്പിസോഡ് 1 ഡോക്ടർ സ്ട്രേഞ്ചിനെ കണ്ടില്ലേ, ആ സംഭവം തന്നെ. പക്ഷേ നമ്മളെ നോർമൻ ഡോക്ടർ വിറ്റ്മാനെ കൊണ്ട് ആ ഒരു ഡിവൈസ് ഓൺ ആക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
പെട്ടെന്ന് അവിടേക്ക് വെനത്തിനെ പോലെ ആ ഒരു ഇതിൻ്റെ ഡിവൈസിൻ്റെ ഒരു പ്രശ്നം, ഐ മീൻ ആ ഡിവൈസിൻ്റെ ഒരു പ്രശ്നം എന്ന പോലെ ആ ഒരു സൈഡ് എഫക്റ്റ് എന്ന പോലെ വെനം പോലുള്ള ഒരു ജീവി വരുന്നതാണ് കാണുന്നത്. അവിടെ വെച്ചിട്ട് വലിയൊരു ഫൈറ്റാണെന്നാണ് കാണുന്നത്. നമ്മൾ മൾട്ടിവേഴ്സിലേക്ക് നമ്മുടെ പീറ്റർ പോകുന്നത് കാണുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ ടൈം ട്രാവലാണ്. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ പീറ്റർ പാർക്കർ ചിലന്തി അടിച്ചത് ആ ഡോക്ടർ സ്ട്രേഞ്ച് വന്നത് ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ച് പോകുന്നതാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ന്യൂസിലൊക്കെ ഈ സംഭവം വരുന്നത് ഓസ്ബോൺ ഡേ ഈ സംഭവം, ഐ മീൻ എന്താ പറയുക, നോർമൻ ഓസ്ബോണിൻ്റെ ഓസ്കോർപ്പിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ആൻറ്റി മെയിൻ പീറ്റർ നീക്കോനെയൊക്കെ കാണുന്നു. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരി ഒരു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ട്രേഞ്ചും സ്പൈഡർമാനെയും കാണുന്നു. അവിടെ വെച്ചിട്ടായിട്ട് സ്ട്രേഞ്ചിൻ്റെ അടുത്തായിട്ട് പീറ്റർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ടൈം ട്രാവൽ ചെയ്തോ എന്ന്. അപ്പം എന്താ പറയുക, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അതേന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് നിൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ ആദ്യം നമ്മുടെ പീറ്റർ പറയുന്നുണ്ട്, എൻ്റെ പേര് എൻ്റെ പേര് സ്പൈഡർമാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് ഹാരി തൻ്റെ കമ്പനി തുടങ്ങുന്ന രീതിക്ക് എല്ലാവർക്കും മെയിൽ അയക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്. പിന്നീട് നമ്മൾ ഡെയർ ഡെവിളിനെ കാണുന്നു. അവിടെ ഫിനസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കാണുന്നു. സോ ഈ ഒരു ക്യാരക്ടർ വന്നിട്ട് കോമിക്സിലുള്ളൊരു ക്യാരക്ടറാണ്. അതായത് കോമിക്സിൽ ടാസ്ക് മാസ്റ്ററിൻ്റെ ഡോട്ടർ, അതായത് മോളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ വന്നിട്ട്. പിന്നെ നീക്കോ, നമുക്കെല്ലാവരും നീക്കോക്ക് അച്ഛനും അമ്മയൊക്കെ മേടിച്ചു. നീക്കോ സ്പിരിച്വൽ ഇത് ഉപയോഗിച്ചുകൊണ്ട്, അത് എന്തോ പോലെ സംഭവം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ അമ്മയെ തിരിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഉള്ളത് നമ്മൾ കാണുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഓട്ടോ ജയിലിൽ കിടന്നുകൊണ്ട് ആ ഒരു തൻ്റെ വിഷൻ വരയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഡോക്ടർ ഒക്ടോവിയസ് ആയിട്ട് മാറുന്ന ആ സംഭവം, ആ ഒരു കൈകളൊക്കെ ഉള്ള സൂട്ടിൻ്റെ ആ സംഭവം. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ മെയ് എങ്ങോട്ടോ പോകുന്നതാണ്. മെയ് ഒരു ജയിലിൽ ആരെയോ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ പാർക്കറിനെയാണ്, പീറ്റർ പാർക്കറിൻ്റെ അച്ഛനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ പീറ്റർ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പബ്ലിക്കിലൂടെ പോകുന്നു, സിങ് ചെയ്ത് പോകുന്നു. അവിടെ വെച്ചിട്ട് പീറ്റർ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ഞാനത് സഹിക്കും, കാരണം ഞാൻ സ്പൈഡർമാനാണെന്ന് പറയുന്നത്. യെസ്, അങ്ങനെ എപ്പിസോഡ് 9ഉം 10ഉം നമ്മൾ അങ്ങനെ ഫിനാലെ ഈ ഒരു സീസൺ മൊത്തം, അതായത് ഈ സീരീസ് മൊത്തം നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ സീസൺ 2 വരുമെന്നാണ് പറഞ്ഞത്. വളരെ പെട്ടെന്നായിരുന്നു അനൗൺസ് ചെയ്തത് സീസൺ 2 വരുന്നുള്ളത്. ഞാൻ പറഞ്ഞതാണ്, ഞാൻ അത് ചെയ്തിരിക്കും. എന്തൊക്കെ വന്നാലും ഫുൾ എപ്പിസോഡ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് അതെനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് ദൈവത്തിനോട് വളരെ നന്ദി പറയുകയാണ്. സോ ഗൈസ്, ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവലിൻ്റെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടാൽ അതിലെങ്കിലും സൂപ്പർ ഹീറോസ്.